Good morning, students. In the previous class, we discussed about wave function, which is associated with a matter wave. But we can say that any mathematical equation cannot be a wave function. So, a well-behaved wave function must have some criteria. ഇപ്പോൾ ഏതെങ്കിലും ഒരു വേവ് എടുത്തു കഴിഞ്ഞിട്ട് ആ ഏതെങ്കിലും ഒരു വേവിനെ വരച്ച് വെച്ചിട്ട് ആ വേവ് ഫംഗ്ഷനൊക്കെ ഒരു മാറ്റർ വേവിൻ്റെ വേവ് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? വേവ് ഫംഗ്ഷൻ സം പർട്ടിക്കുലർ കണ്ടീഷൻസ് മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ് ആൻഡ് വി ക്യാൻ ഗോ ത്രൂ ദാറ്റ്. ഫസ്റ്റ് വൺ മീൻസ് ദാറ്റ് വേവ് ഫംഗ്ഷൻ psi മസ്റ്റ് ബി കണ്ടിന്യൂസ് ആൻഡ് സിംഗിൾ വാല്യൂഡ്. അതായത് സൈ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കണം, അതുപോലെ സിംഗിൾ വാല്യൂഡ് ആയിരിക്കണം. അതെന്തുകൊണ്ടാണെന്ന് നമുക്കൊരു പിക്ചറിൽ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ യു നോ വാട്ട് ഈസ് ദിസ് വേവ് ഫംഗ്ഷൻ? ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് മാറ്റർ വേവ് ഓർ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ പാർട്ടിക്കിൾ. സോ യു നോ വാട്ട് ഈസ് പ്രോബബിലിറ്റി? പ്രോബബിലിറ്റി എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്താണെന്ന് നമ്മൾ പഠിച്ചു. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഈസ് ദ പ്രോബബിലിറ്റി ടു ഫൈൻഡ് ദ പാർട്ടിക്കിൾ ഇൻ യൂണിറ്റ് വോളിയം. ആൻഡ് വി നോ ദാറ്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി വിൽ ബി എ റിയൽ പോസിറ്റീവ് ക്വാണ്ടിറ്റി ആൻഡ് വി നോ ദിസ് തിങ്സ്. ഞാൻ ഇവിടെ ഒരു വേവ് ഫംഗ്ഷൻ വെറുതെ വരച്ചിരിക്കുകയാണ്, ഒരു വേവിനെ വരച്ചിരിക്കുകയാണ്. ഇറ്റ്സ് നോട്ട് എ വേവ് ഫംഗ്ഷൻ, ജസ്റ്റ് ഐ ഡ്രോ എ ഫംഗ്ഷൻ ഹിയർ. ഇറ്റ്സ് നോട്ട് എ വേവ് ഫംഗ്ഷൻ. എന്തുകൊണ്ടാണ് നമുക്ക് പറയാം. സോ ഹിയർ യു നോ ദാറ്റ് ഇഫ് യു ആർ ഗോയിങ് ത്രൂ ദാറ്റ് എക്സ് ആക്സിസ് ഫ്രം ദ പോയിന്റ് എ ടു ബി, അത് ഒരു വരെയാണ്, ഒറ്റൊരു ഫംഗ്ഷൻ അവിടെയുള്ളൂ. സോ ഓക്കെ, ദാറ്റ് ഇസ് സിംഗിൾ വാല്യൂഡ് നമുക്ക് പറയാം. ആൻഡ് ഫ്രം സി ടു ഡി എന്തേ ഉള്ളൂ, വേറൊരു ഫംഗ്ഷനാണ് പോകുന്നത്, അവിടെയും അത് നമുക്ക് എന്ത് പറയാം, അതൊരു സിംഗിൾ വാല്യൂഡ് ആണെന്ന് പറയാം. ബട്ട് ബിറ്റ്വീൻ ബി ആൻഡ് സി വാട്ട് ക്യാൻ വി സി? വി ക്യാൻ സി ദാറ്റ് ടു വാല്യൂസ് ആർ ദർ, ഇസ്ന്റ് ഇറ്റ്? ആ ബിക്കും സിക്കും ഇടയിൽ അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ രണ്ട് വേവ് ഫംഗ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് എന്ത് പറയാം, ടു വാല്യൂസ് ആർ ദർ ഫോർ ദ വേവ് ഫംഗ്ഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിന് രണ്ട് വാല്യൂ ഉണ്ടായാൽ എന്താ പ്രശ്നം എന്താണെന്ന് നമുക്ക് നോക്കാം. വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി. അപ്പോൾ ബിക്കും സിക്കും ഇടയിൽ ഈ വേവ് ഫംഗ്ഷന്റെ അല്ലെങ്കിൽ ഈ പാർട്ടിക്കിളിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി കണ്ടുപിടിക്കുകയാണെങ്കിൽ വി നോ ദാറ്റ് ഈസ് ഈക്വൽ ടു സൈ സ്ക്വയർ, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ സൈക്ക് ഇവിടെ രണ്ട് വാല്യൂ ഉള്ളത് കൊണ്ട് തന്നെ സൈ സ്ക്വയറിന് അവിടെ എന്ത് വാല്യൂ വരും? രണ്ട് വാല്യൂ വരും. അതായത് ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലം വരെ ഒരു പാർട്ടിക്കിൾ കാണാനുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റിക്ക് രണ്ട് വാല്യൂ വരിക എന്ന് പറഞ്ഞാൽ അത് എന്താണ്? രട്ടർ നോൺസെൻസ് ആണ്, അല്ലേ? അതായത് ഇപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റ് മുതൽ ബി എന്ന് പറയുന്ന പോയിന്റ് വരെ ഇപ്പോൾ ഒരു നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആണെങ്കിൽ സപ്പോസ് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.3 ആണെന്നെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. അതുപോലെ സി ടു ഡി ആണെന്നുണ്ടെങ്കിൽ അതൊരു 0.2 ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാം, കുഴപ്പമില്ല. അതായത് അത് കാണാനുള്ള പ്രോബിലിറ്റി എന്ന് വെച്ചാൽ 0.2 ആണ്. 0.2 എന്ന് വെച്ചാൽ 20% ആണെന്ന് പറയാം, അല്ലേ? അതായത് ഒരു പ്രത്യേക ഒരു പോയിന്റ് മുതൽ മറ്റൊരു പോയിന്റ് വരെ ഉള്ള അതിന്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി ദാറ്റ് ഇസ് ഈക്വൽ ടു 0.2 മീൻസ് ദാറ്റ് ഇസ് 20% പ്രോബിലിറ്റി ഇസ് ദർ ടു ഫൈൻഡ് ദാറ്റ് പാർട്ടിക്കിൾ ദർ. ആൻഡ് ഹിയർ ഫ്രം ബി ടു സി വാട്ട് ഇസ് ദ പ്രോബ്ലം ദർ? ഒരു വേവ് ഫംഗ്ഷനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ പ്രോബിലിറ്റി മേ ബി 0.5, ഇസ്ന്റ് ഇറ്റ്? ദാറ്റ് ഈസ് 50% പ്രോബിലിറ്റി ഇസ് ദർ ടു ഫൈൻഡ് ദ പാർട്ടിക്കിൾ അറ്റ് ദാറ്റ് പോയിന്റ്. മറ്റൊരെണ്ണത്തിന് നോക്കുകയാണെങ്കിലോ ദാറ്റ് ഇസ് അനദർ വാല്യൂ, ദെൻ വി വിൽ ഗെറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.3 മേ ബി ദ ആൻസർ, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ ഒരു പോയിന്റിന്റെ ഇടയിൽ ഈ പാർട്ടിക്കിൾ കാണാനുള്ള പ്രോബിലിറ്റി 30% ആണെന്ന് പറയേണ്ടി വരും. അതായത് ഒരു സ്ഥലത്ത് തന്നെ പാർട്ടിക്കിൾ കാണാൻ രണ്ട് പ്രോബബിലിറ്റി ഉണ്ടാവുക, ദാറ്റ് ഈസ് ഒരു നോൺസെൻസ് ആണ്, അല്ലേ? അതായത് ഒരു ഒമ്നി പ്രസന്റ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരേ സ്ഥലത്ത് തന്നെ ഒരു സാധനം കാണാനുള്ള രണ്ട് പ്രോബബിലിറ്റി ഉണ്ടാവുക. അതായത് നമ്മൾ പണ്ട് ഒരു നന്ദൻ എന്ന് പറഞ്ഞ സിനിമയിൽ ജഗതിയുടെ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു, അതായത് ഒമ്നി പ്രസൻസ് എന്ന് പറയാം. അതായത് ഒരേ സമയത്ത് ഒന്നിലധികം സ്ഥലങ്ങളിൽ കാണാൻ ഉള്ള പ്രോബബിലിറ്റി എന്നും പറഞ്ഞുകൊണ്ട് ഒരു ജഗതിയുടെ ഒരു കഥാപാത്രത്തിന്റെ ഒരു സീൻ ഉണ്ടായിരുന്നു. കഥാപാത്രത്തിന് കുമ്പിടി, ദാറ്റ് ഇസ് ദ നെയിം ഓഫ് ദാറ്റ് റോൾ. അപ്പൊ അതേപോലെയുള്ളൊരു അതേപോലെ ഒരു കണ്ടീഷൻ ആയി പോകും, അല്ലെ? അതായത് ഒരു രണ്ട് സ്ഥലങ്ങൾക്കിടയിൽ ഒരു പ്രത്യേക ഒരു പോയിന്റിൽ കാണാൻ ഒരു പ്രോബബിലിറ്റിയെ പാടുള്ളൂ, രണ്ട് പ്രോബബിലിറ്റി പാടില്ല. അതായത് നമുക്ക് എന്ത് പറയാം? ദാറ്റ് വേവ് ഫംഗ്ഷൻ മസ്റ്റ് ബി സിംഗിൾ വാല്യൂഡ്. പിന്നെ അത് കണ്ടിന്യൂസ് അല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് നമുക്ക് നോക്കാം. ഹിയർ ആൻ അനദർ ഫംഗ്ഷൻ ഈസ് ദർ. ഫ്രം എ ടു ബി ദാറ്റ് ഫംഗ്ഷൻ ഈസ് ദർ, നോട്ട് എ പ്രോബ്ലം. സി ടു ഡി യു എന്തുണ്ട്? ആ ഫംഗ്ഷൻ ഉണ്ട്, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ സൈ അവിടെ ഉള്ളതുകൊണ്ട് അവിടെ എന്തുണ്ട്? സൈ സ്ക്വയർ ഉണ്ട്. മറ്റോടത്തോടെ ഉണ്ടെന്ന് പറയാം, സൈ സ്ക്വയർ ഉണ്ടെന്ന് പറയാം. അതായത് എ ടു ബി, എ മുതൽ ബി വരെ ആ പാർട്ടിക്കിൾ ഉണ്ടായിരിക്കുക, സൈ സ്ക്വയർ. അതായത് പാർട്ടിക്കിൾ കാണാനുള്ള പ്രോബിലിറ്റി ഉണ്ടാവുക. ഇറ്റ്സ് വെരി നൈസ്. സി ടു ഡിയും എന്ത് ചെയ്യുക? ആ പാർട്ടിക്കിൾ കാണാനുള്ള പ്രോബിലിറ്റി ഉണ്ടായിരിക്കുക, അല്ലേ? പക്ഷെ ബിക്കും സിക്കും ഇടയിൽ എന്തുണ്ടാവാതിരിക്കുക? ആ പാർട്ടിക്കിൾ കാണാനുള്ള പ്രോബിലിറ്റി ഉണ്ടാവാതിരിക്കുക. അപ്പൊ ഈ ബിയിൽ നിന്ന് സിയിലേക്ക് എങ്ങനെ പോകും പാർട്ടിക്കിൾ? അതായത് പാർട്ടിക്കിൾ ഈസ് ഗോയിങ് ഫ്രം എ ടു ബി, അത് കഴിഞ്ഞിട്ട് സി ടു ഡിയും പാർട്ടിക്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷെ
അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ ബി ടു സി ആ പാർട്ടിക്കിൾ ഇല്ലാത്തൊരു കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്താ, അത് ഈ കുമ്പിടിയുടെ കഥ പറഞ്ഞ പോലെയാവും. അതായത് ഒരു സ്ഥലത്ത് ഉണ്ടാവുക, പിന്നെ കുറെ കഴിഞ്ഞിട്ട് മറ്റൊരു സ്ഥലത്ത് ഉണ്ടാവുക, ഇൻ ബിറ്റ്വീൻ ഉണ്ടാകാതിരിക്കുക. അതെന്ന് പറയുന്നതും ഒരു ഫിസിക്കലി നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സോ വി ക്യാൻ സേ ദാറ്റ് ദ വേവ് ഫംഗ്ഷൻ psi മസ്റ്റ് ബി കണ്ടിന്യൂസ് ആൻഡ് സിംഗിൾ വാല്യൂഡ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫിസിക്കൽ സിസ്റ്റത്തിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഒരു സ്ഥലത്ത് രണ്ട് പ്രോബിലിറ്റി ഉണ്ടാവുക എന്ന് പറയുന്നത് ശരിയല്ല. സോ വി ക്യാൻ സേ ദാറ്റ് മസ്റ്റ് ബി സിംഗിൾ വാല്യൂഡ് ആൻഡ് വി ക്യാൻ സേ ദാറ്റ് മസ്റ്റ് ബി കണ്ടിന്യൂസ്. ഓക്കെ, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് കണ്ടീഷൻ ഓഫ് ദാറ്റ് എ വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷൻ. ചില ടെസ്റ്റുകളിൽ ഇത് രണ്ട് കണ്ടീഷനായിട്ട് എഴുതിയിട്ടുണ്ടാവും. അതായത് psi മസ്റ്റ് ബി കണ്ടിന്യൂസ് അതൊരു കണ്ടീഷൻ, psi മസ്റ്റ് ബി സിംഗിൾ വാല്യൂഡ് അതൊരു മറ്റൊരു കണ്ടീഷൻ. അങ്ങനെ എഴുതി കഴിഞ്ഞാലും ഇങ്ങനെ എഴുതിയാലും ബുദ്ധിമുട്ടൊന്നുമില്ല. സോ വി ആർ ഗോയിങ് ടു ദ സെക്കൻഡ് കണ്ടീഷൻ, ദാറ്റ് ഈസ് dou psi by dou x, dou psi by dou y and dou psi by dou z. That must be continuous and single valued. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അത് പൂർണ്ണമായിട്ട് എന്താണെന്ന് ഈ 2-3 ക്ലാസ്സുകളും കൂടി കഴിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എന്നാലും ഒന്ന് അതിൻ്റെ ഒരു സർഫസിൽ കൂടി പോവാം. യു നോ വാട്ട് ഈസ് dou psi by dou x? അതായത് എന്താ, ദാറ്റ് ഈസ് ദ, നമുക്ക് എന്ത് പറയാം, ഡിഫറൻഷ്യൽ ഓഫ് psi വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഇസ്ന്റ് ഇറ്റ്? ആൻഡ് സിൻസ് ഇറ്റ് ഈസ് എ 3-dimensionally കാണുന്ന പാർട്ടിക്കിൾ ആയതുകൊണ്ട് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും സെഡ് ആക്സിസിലും ഒക്കെ പാർട്ടിക്കിൾ ഉണ്ടാവാം. സോ dou psi by dou y മീൻസ് ദ ഡിഫറൻഷ്യൽ ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ വിത്ത് y, the differential of that wave function with respect to y, and dou psi by dou z is the differential of that wave function with respect to z. അപ്പോൾ നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ മൊമെന്റം ഓഫ് ദ പാർട്ടിക്കിൾ. പാർട്ടിക്കിളിന്റെ മൊമെന്റം കണ്ടുപിടിക്കുകയാണ്. പഴയ കേസിൽ, ക്ലാസിക്കൽ കേസിൽ വെച്ച് നമുക്ക് മൊമെന്റം കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. എന്താണ്, മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് കണ്ടുപിടിച്ചാൽ മതി. അതായത് പൊസിഷൻ അറിയാന്നുണ്ടെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദ വെലോസിറ്റി ഈസ് ഈക്വൽ ടു dx by dt, ആൻഡ് ഫ്രം ദർ വി ക്യാൻ ഫൈൻഡ് ദ മൊമെന്റം ദാറ്റ് ഈസ് ഈക്വൽ ടു m into dx by dt. പക്ഷേ ഇതിൽ നമ്മൾ ആ ഒരു മെത്തേഡിൽ നമുക്ക് ഒരിക്കലും മൊമെന്റം കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് അല്ലേ. മൊമെന്റവും പൊസിഷനൊക്കെ ഒരേ സമയത്ത് ഒരുപോലെ കണ്ടുപിടിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഹൈസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഒക്കെ കാറ്റിപ്പോവും. അപ്പോൾ അത് ശരിയാവില്ല, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ മൊമെന്റം നമ്മൾ മറ്റൊരു തരത്തിലാണ് ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. കുറച്ച് 2 ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ മൊമെന്റം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ മൊമെന്റം എന്ന് പറയുന്നത് എപ്പോഴും ഈ സൈയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയിട്ടാണ് നമ്മൾ വരിക. അതായത് സൈയിൽ നിന്ന് നമ്മൾ മൊമെന്റം കണ്ടുപിടിക്കണം. ഇഫ് വി നോ ദ വാല്യൂ ഓഫ് സൈ വി ക്യാൻ ഫൈൻഡ് ദ മൊമെന്റം ബൈ എന്തോ ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലേക്ക് പഠിക്കാം. പക്ഷെ എന്തായാലും കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ അതിന്റെ എന്ത് കണ്ടുപിടിക്കണം, ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അതായത് dou psi by dou x ഓ dou psi by dou y ഓ, അതായത് എക്സ് ആക്സിസിലുള്ള മൊമെന്റം ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി സംതിങ് ഇൻറ്റു dou psi by dou x. And if we are trying to find the momentum in y-axis, that will be something into dou psi by dou y, and similarly in z-axis into dou psi by dou z. Okay. അപ്പോൾ ഇവിടെ മൊമെന്റം എന്ന് പറയുന്നത് എന്തായിരിക്കണം, ദാറ്റ് വിൽ ബി കണ്ടിന്യൂസ് ആൻഡ് ദാറ്റ് വിൽ ബി സിംഗിൾ വാല്യൂ അല്ലെ. ഒരു പാർട്ടിക്കിളിന് സിംഗിൾ വാല്യൂഡ് എന്ന് വെച്ചാൽ എന്താ, സിംഗിൾ വാല്യൂഡ് അല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താ, ഒരു പാർട്ടിക്കിളിന് ഒരു സ്ഥലത്ത് 2 മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും പറഞ്ഞ പോലെ ഒരു നമ്മുടെ കുമ്പിടിയുടെ അതേ കണ്ടീഷനിലേക്ക് പോകും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദ മൊമെന്റം ഓൾസോ മസ്റ്റ് ബി സിംഗിൾ വാല്യൂഡ് എന്ന് നമുക്ക് പറയാം. അത് അപ്പോൾ മൊമെന്റം നമ്മൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിച്ചേ പറ്റൂ, ഈ സൈയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചേ പറ്റൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദിസ് dou psi by dou x, dou psi by dou y and dou psi by dou z that must be continuous and single valued നമുക്ക് പറയാം. മൊമെന്റം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് 2 ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. പിന്നെ അതിന്റെ മറ്റൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ദ psi must go to 0 as x tends to plus infinity or minus infinity, y tends to plus infinity or minus infinity, z tends to plus infinity or minus infinity. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. psi എന്ന് പറയുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, നോ ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ, ദാറ്റ് ഇസ് ദ വേവ് ഫംഗ്ഷൻ. ഇറ്റ്സ് ഓക്കെ. ദെൻ വാട്ട് ഈസ് psi സ്ക്വയർ? psi സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ, ദാറ്റ് വി നോ ദാറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ psi എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് psi സ്ക്വയർ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടുത്തെ കണ്ടീഷൻ എന്താ, psi മസ്റ്റ് ഗോ ടു 0 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, psi സ്ക്വയർ എങ്ങോട്ടേക്ക് തന്നെ പോകും, 0ലേക്ക് പോകും അല്ലെ. അപ്പൊ psi സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ആണ്. സോ ദ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക സ്പേസിന്റെ ഉള്ളിലായിരിക്കും കാണുന്നുണ്ടാവുക. ഓക്കെ. അപ്പോൾ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഈ psi സ്ക്വയർ എന്തിനായിട്ട് പോയിക്കൊണ്ടിരിക്കണം, 0 ആകണം അല്ലെ. അതായത് ഇൻഫിനിറ്റിയിൽ വളരെ ദൂരെ ആ പാർട്ടിക്കിൾ കാണാനുള്ള പ്രോബബിലിറ്റി വളരെ അധികമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, ആ പാർട്ടിക്കിൾ എവിടെയാണെന്ന് പോലും നമുക്ക് അറിയാത്തൊരവസ്ഥ വരും. അപ്പോൾ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി മസ്റ്റ് ബി ടെൻസ് ടു 0 അല്ലെ. ഏറ്റവും ദൂരേക്ക് പോകുമ്പോൾ ഈ പാർട്ടിക്കിൾ കാണാനുള്ള പ്രോബബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കണം. എന്നാലേ ഈ പാർട്ടിക്കിൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻഫിനിറ്റിക്കും മൈനസ് ഇൻഫിനിറ്റിക്കും ഇടയിൽ ഒരു പ്രത്യേക സ്ഥലത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് പറയാം,
പറയാൻ പറ്റും? സൈ സ്ക്വയർ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത്, പ്രോബിലിറ്റി ടു ഫൈൻഡ് ദ പാർട്ടിക്കിൾ എന്ന് പറയുന്ന അനന്തതയിലേക്ക് പോകുമ്പോഴേക്കും അത് കുറഞ്ഞ് സീറോയിലേക്ക് എത്തിയിരിക്കണം. അപ്പൊ നമുക്ക് എന്ത് പറയാം? സിൻസ് സൈ സ്ക്വയർ ഓർ ദ പ്രോബിലിറ്റി ഡെൻസിറ്റി നീഡ്സ് ടു ബി സീറോ as b tends to infinities, the psi must be also goes to zero as x tends to infinity, x tends to minus infinity, y tends to plus infinity, y tends to minus infinity, z tends to plus infinity or z tends to minus infinity. ഇതൊരു വൺ ഡയമെൻഷനലി മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദ psi must goes to zero as x tends to plus or minus infinity എന്ന് പറയാം. പക്ഷേ ഇവിടെ നമ്മൾ 3 ഡയമെൻഷനിലുള്ള ഒരു പാർട്ടിക്കിൾ ആയിട്ട് എടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് എക്സും വൈയും സെഡും ഒക്കെ ഇൻഫിനിറ്റികളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അനന്തതയിലേക്ക് പോകുമ്പോൾ what we can say that psi must goes to zero. So these are the conditions of a well behaved wave function. അത് 3 എണ്ണമായിട്ട് ചില ടെക്സ്റ്റുകളിൽ കൊടുത്തിട്ടുണ്ടാവും, ചില ടെക്സ്റ്റുകളിൽ അത് 4 or 5 ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ വേണം താനും. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടാവും, സൈ മസ്റ്റ് ബി ഫൈനൈറ്റ് എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഫൈനൈറ്റ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് സൈക്ക് ഒരു പ്രത്യേക വാല്യൂ വേണം. അത് തന്നെയാണ് ഫസ്റ്റിൽ പറയുന്നത്. സൈ മസ്റ്റ് ബി കണ്ടിന്യൂസ് ആൻഡ് സിംഗിൾ വാല്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈ മസ്റ്റ് ബി ഫൈനൈറ്റ് എന്ന് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഫൈനൈറ്റ് എന്ന് വെച്ചാൽ ഒരു ഫൈനൈറ്റ് വാല്യൂ ഉണ്ടായിരിക്കണം. അതായത് സൈന് ഒരു ഫൈനൈറ്റ് വാല്യൂ ഉണ്ടായിരിക്കണം എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് ആ സൈ കാണാൻ ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകമായ ഒരു വാല്യൂ വേണം. അതിനാണ് ഫൈനൈറ്റ് എന്ന് പറയുന്നത്. ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വാല്യൂ ഇല്ലാതിരിക്കുക, അങ്ങനെയാണ് നമ്മൾ ഇൻഫിനിറ്റ് എന്ന് പറയുക. അപ്പോൾ സൈ മസ്റ്റ് ബി ഫൈനൈറ്റ് എന്ന് ചില സ്ഥലങ്ങളിൽ എഴുതാറുണ്ട്. പക്ഷേ സൈ മസ്റ്റ് ബി കണ്ടിന്യൂസ് ആൻഡ് സിംഗിൾ വാല്യൂഡ് എവരിവെയർ എന്ന് എഴുതി കഴിഞ്ഞാൽ സൈ മസ്റ്റ് ബി ഫൈനൈറ്റ് എന്ന് പറയുന്നത് അതിൽ വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ഹിയർ വി ക്യാൻ സേ ദാറ്റ് നമുക്ക് ഈ 3 കണ്ടീഷൻസ് 3, 4, 5 ആയി നിങ്ങൾക്ക് ഈ കണ്ടീഷൻസ് എഴുതാം. പക്ഷേ ഈ കണ്ടീഷൻസ് മുഴുവൻ വരണം. ഒന്ന്, സൈ മസ്റ്റ് ബി സിംഗിൾ വാല്യൂഡ് ആൻഡ് കണ്ടിന്യൂസ്, ഡോ സെ ബൈ ഡോ എക്സ്, ഡോ സെ ബൈ ഡോ വൈ ആൻഡ് ഡോ സെ ബൈ ഡോ സെഡ്. ദാറ്റ് വിൽ ബി continuous and single valued, and psi must tends to zero as x, y or z tends to plus or minus infinity. So these are the conditions of a well behaved wave function. അപ്പോൾ നമ്മൾ ഇതുവരെ ഈ ക്ലാസ്സിൽ ഇപ്പം 3 ക്ലാസ്സുകളായി നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളാണ് ഓരോ ക്ലാസ്സിലും എടുത്തത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങളിലേക്ക് കൂടി ഒന്നും കൂടി ഞാൻ പോകുന്നു. അടുത്ത ക്ലാസ്സിൽ അത് നമുക്ക് 1-2 മാത്തമാറ്റിക്കൽ ഇന്റർപ്രിട്ടേഷൻസിലേക്കൊക്കെ നമ്മൾ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് എന്ന് പറയുന്നത് ഇതാണ്. Why we are coming to quantum mechanics? Classical mechanics or classical theories have its own limitations, and it fails when we are trying to explain some of the atom phenomena. So then there came Bohr, and Bohr proposed an atomic theory, and that theory has its own limitations. Then the scientist thought about a new approach to solve these difficulties and to explain all of the atomic phenomena, and that is named as quantum mechanics. And so many scientists such as Heisenberg, Schrödinger, Niels Bohr, Max Born, Paul Dirac, അങ്ങനെ കുറേ പേര് ചേർന്നതാണ് ഈ ക്വാണ്ടം മെക്കാനിക്സിന് മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ അല്ലെങ്കിൽ ഒരു തിയറി അല്ലെങ്കിൽ ഒരു ബേസ് കൊടുത്തത്. അപ്പോൾ അതിൽ തന്നെ കാര്യമായിട്ട് 2 അപ്രോച്ചാണ് നമ്മൾ പഠിക്കാറുള്ളത്. ഒരെണ്ണത്തിന് നമ്മൾ ഹൈസൻബർഗ് അപ്രോച്ച് എന്ന് പറയും, മറ്റൊന്നിന് നമ്മൾ ഷ്രോഡിഞ്ചർ അപ്രോച്ച് എന്ന് പറയും. വേറെ അപ്രോച്ചുകളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പോൾ അതിൽ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഷ്രോഡിഞ്ചർ അപ്രോച്ചാണ് നിങ്ങൾ ഇവിടെ പഠിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ നെയിംഡ് as വേവ് മെക്കാനിക്സ്. വേവ് മെക്കാനിക്സ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ആൻഡ് ഹിയർ he adopted the idea of adopted the idea of de Broglie. According to de Broglie, there will be a wave will be there associated with each and every moving particle, and that wave is named as matter wave. ആ മാറ്റർ വേവ് എന്താണ്, മാറ്റർ വേവിനെ അസോസിയേറ്റ് ചെയ്ത വേവ് ഫംഗ്ഷനെ എന്താണ് എന്ന് പഠിക്കുകയും ആ വേവ് ഫംഗ്ഷൻ എന്താണെന്ന് ആണ് ഇതുവരെ നമ്മൾ പഠിച്ചത്. ഇനി ഈ വേവ് ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ we can directly go to Schrodinger's equation. It's okay. Bye.